ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇപ്പം ഞാൻ എൻ്റെ റൂമിലാണ്. ഇപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് ഇപ്പോൾ ഒന്നും പോസ്റ്റ് ചെയ്യാനല്ല. മേ ബി ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വേറെയും വീഡിയോസ് ചിലപ്പോൾ വരുമായിരിക്കും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ എന്താ ഈ വീഡിയോ എടുക്കണതെന്ന് വെച്ചാൽ സംഭവം ഈ മാസം 15-ന് ഡിസ്റ്റിനയുടെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇപ്പോഴാണ് ഞാൻ റൂമിൽ ഒറ്റയ്ക്കുള്ളത്. ഞങ്ങൾ രണ്ടുപേരും സെയിം റൂമാണ്. സോ ഓഫ് കോഴ്സ് വി ഡോണ്ട് ഹാവ് എനി പ്രൈവസി. അപ്പം അവൾ ഫുൾ ടൈം ഈ റൂമിലുണ്ടാകും. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഗിഫ്റ്റ് ഓൾറെഡി ഞാൻ വാങ്ങിച്ചു. അപ്പം ഞാനതിപ്പം ഇവളില്ലാത്ത സമയമായതുകൊണ്ട് ഞാൻ ഓർത്തതൊന്ന് റാപ്പ് ചെയ്യാം ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട്. അപ്പം പിന്നെ എന്തായാലും വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തോ, അങ്ങനെയാണ് ഇതെടുക്കുന്നത്. അപ്പം എന്താണ്, ഞാനിത് ചിലപ്പം ആ സമയത്തെ അല്ല, ഇനിയിപ്പം ഇതെന്തായാലും അവളുടെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുക്കണത്. ബർത്ത്ഡേ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ കൂടെ ഡിസ്റ്റിനി ഇപ്പോൾ റൂമിലില്ല, അവൾ പുറത്ത് പോയേക്കുവാണ്. അപ്പം അവൾ പുറത്ത് പോയേക്കാണ്. ആ സമയം നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ അക്കൗണ്ടിലിട്ടൊരു വീഡിയോ ഡിലീറ്റ് ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തായിരുന്നു യൂട്യൂബിൽ. അത് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം ട്രിം ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ചെയ്തു. പക്ഷെങ്കിൽ എന്നിട്ട് ഞാൻ ഇച്ചിരി എൻ്റെ അമ്മ ആ വീഡിയോ അയക്കുമെന്ന് പറഞ്ഞപ്പം ഞാൻ എടുത്ത് നോക്കുമ്പോൾ അത് ആകെ 5 സെക്കൻഡേ ഉള്ളൂ. നോക്കുമ്പോൾ ഞാൻ ഏത് ഭാഗമാണ് ട്രിം ചെയ്തത് അത് മാത്രം അവിടെ കിടക്കുക, ബാക്കി മൊത്തം ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ അത് അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഞാൻ റീഅപ്ലോഡ് ചെയ്താലും ഓർത്തതാണ്, പിന്നെ ഞാൻ മതി. അപ്പം അതിലാണെങ്കിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത്ര നാളും വീഡിയോസ് ഒന്നും ഇല്ലാത്തതിൻ്റെ റീസൺ. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും എന്താ വീഡിയോസ് ഇല്ലാത്ത. ക്ലാസ് പോകുമ്പോഴാണെങ്കിലും ലൈക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ അറിയാമല്ലോ, ഞങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ വേറെ രാജ്യക്കാരുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ എന്താ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഞങ്ങൾ ജസ്റ്റ് എല്ലാം കപ്പി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ടായി കുറച്ച് നാളായിട്ട് സിക്കായിരുന്നു. അപ്പം റൂമിൽ തന്നെ കിടപ്പും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ ലൈക്ക് അതിൻ്റെ ഇടയിലാണെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ വൈനാഫ് മാർക്കറ്റ്, ക്രിസ്മസ് മാർക്കറ്റ് കാണാനൊക്കെ കൊണ്ടുപോയായിരുന്നു. ആൻഡ് ടീച്ചർ ഗ്ലൂ വൈനൊക്കെ എല്ലാവർക്കും ഓഫർ ചെയ്തായിരുന്നു. ഗ്ലൂ വൈൻ മീൻസ് ഇവരെല്ലാ ആൾക്കാർക്ക് അറിയായിരിക്കും, ഇവിടുത്തെ ഒരു ട്രഡീഷണൽ വൈനാണ്. അതായത് ഈ വിൻ്റർ കാലത്ത് ഹോട്ട് വൈനാണത്. വിൻ്റർ കാലത്ത് എന്താണ് കുറച്ച് മസാലസൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയുള്ളൊരു വൈനാണ്. സോ യാ മൈ ബ്രോ തോട്ട്. സോ എന്താണ് പറയുന്നത്, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പോയില്ല, എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരൊക്കെ പോയി. പിന്നെ ഒന്നുമില്ല, ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നോർമലി ഇറങ്ങുമ്പോൾ ഇപ്പോൾ ലൈക്ക് ഇവിടുത്തെ ടൗൺ എല്ലാ ജർമ്മനിയിൽ ക്രിസ്മസ് ടൈം ആകുമ്പം ലൈക്ക് എല്ലാ സിറ്റിയിലും അവർ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. അതാണ് സംഭവം. ഇപ്പോൾ പോയാലും കാണാം അവിടെ ഒരു ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വേഗം ഇരുടാകുമല്ലോ, അപ്പം ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഫുഡ് ഉണ്ടാകും, ഈ പറയുന്ന പോലെ ഗ്ലൂ വൈൻ ഉണ്ടാകും. എനിക്കിഷ്ടമല്ല, എനിക്കങ്ങനെ ഡ്രിങ്ക്സ് ഒന്നും ഇഷ്ടമല്ല. പിന്നെ എന്താണ്, പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു വൈബായിരുന്നു. പോയില്ല, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ. അപ്പം അതാണ് റീസൺ. കുറേ കാലമായിട്ട് ഒരേ കിടപ്പായിരുന്നു, റൂമിൽ തന്നെ വയ്യാണ്ട് പനി പിടിച്ചു. അയ്യോ, എനിക്ക് ഓർക്കാൻ വയ്യ. അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ 2 ദിവസമായിട്ടുള്ളൂ സ്കൂളിൽ ക്ലാസ് പോയി തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഫെയിൽ സൈറ്റ് ഉണ്ട്. പോയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ അറ്റൻഡൻസ് കിട്ടില്ലല്ലോ. അപ്പം ഫെയിൽ സൈറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അതെന്നെ ഇങ്ങനെ ഹൈ ആയി കുറേ പോയി. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒന്നും എനിക്ക് ലീവ് എടുക്കാൻ പറ്റുമെന്ന്. ബട്ട് സ്റ്റിൽ ഞാൻ ഇടയ്ക്കൊക്കെ ലീവ് എടുക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു മിനിമത്തെ പിന്നെ അവർക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ സ്ട്രോങ് ആണ്, അതായത് ഒറിജിനലായിട്ട് നമ്മൾ സിക്കാണെന്നുള്ള കാര്യം അവർക്ക് അറിയുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒത്തിരി ഫെയിൽ സൈറ്റ് ആയ കുറച്ച് ആൾക്കാർക്ക് ടീച്ചേഴ്സ് വിളിപ്പിക്കുന്നുണ്ടായി. എന്നെ വിളിച്ചില്ല, ഞാൻ അവിടെ തന്നെ വിളിക്കുന്നത്, എന്നെ വിളിച്ചിട്ടുണ്ടായില്ല. യെസ്, അങ്ങനെയൊക്കെ. സോ എന്താണ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതിലും കോമഡി. എനിക്കാണെങ്കിൽ വയ്യാണ്ട് ഞാൻ ഓർത്തൊന്ന് പോയി കാണിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഹൗസ് സർജനെ വിളിച്ച് ഹൗസ് സർജൻ്റെ അടുത്ത് പോയപ്പം, ഇവിടെ ഫസ്റ്റ് നമ്മൾ ഹൗസ് സർജൻ്റെ അടുത്താണ് പോകേണ്ടത്. ഹൗസ് സർജൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലി ഡോക്ടറൊക്കെ പോലെ. ഹൗസ് സർജൻ്റെ അടുത്ത് പോയപ്പം എനിക്ക് ജാനുവരി 5-നാണ് അവർ അപ്പോയിൻമെൻറ്റ് തന്നത്. എനിക്ക് ചുമച്ചിട്ട് എനിക്ക് തൊണ്ടവേദനയൊക്കെ ആയിട്ടാണ് ഞാൻ പോയേക്കണത്. പക്ഷെ എങ്കിൽ ഒന്നും പറയണ്ട, ജർമ്മനിയിലെ മെഡിക്കൽ സിസ്റ്റം. എന്നിട്ടാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ചുമക്കുന്നതൊക്കെ കേട്ടിട്ടാന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ എനിക്ക് വയ്യാണ്ടായി, മൊത്തം ചുവന്ന് കണ്ണൊക്കെ ചുവന്ന് എനിക്ക് ശ്വാസത്തിൽ കിട്ടാത്ത പ്രശ്നമൊക്കെ ആയി. പക്ഷെ എങ്കിൽ അങ്ങനെയല്ല, ചുമ നിർത്തി കഴിയുമ്പോൾ അത് ഓക്കെ ആവും. അങ്ങനെ ഇതിന് മുന്നത്തെ ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരി ഏത് നാട്ടുകാരിയാണ്, ഓളുണ്ടോ അങ്ങനെ എന്താണ്. പുള്ളിക്കാരിൻ്റെ എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ ചോദിച്ചു അവൾക്കൊട്ടും വയ്യ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാണ്ട് കാണിക്കാം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഫുൾ എവിടെ എങ്ങനെയൊക്കെ പോകണം എന്നുള്ള മാപ്പൊക്കെ വരച്ച് തന്ന് അങ്ങനെ പോയി കാണിച്ച് മരുന്നൊക്കെ കുടിച്ചു, ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച്
ഇപ്പം ഇങ്ങനെ 2 ദിവസമായിട്ട് ഞാനിപ്പോൾ ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ടുണ്ടായി. അങ്ങനെ സോ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായില്ല. ഇന്ന് ഞങ്ങൾക്ക് ലീവായിരുന്നു, ലഞ്ച് സൈറ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ നാളെ തൊട്ട് എഗെയിൻ പോകണം. അപ്പോൾ ബാക്ക് ടു അവർ ടോപ്പിക്, ഡിസ്റ്റീനയുടെ ബർത്ത്ഡേ. അപ്പോൾ ഡിസ്റ്റീനയുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുമ്പം ഞാൻ ഓർത്തും എന്തായാലും എടുക്കാമെന്ന്. അങ്ങനെയാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഹൈ ഗൈസ്, പിന്നെ ഞാൻ സൗണ്ടൊക്കെ ടോട്ടലി ഓക്കെ ആയി എന്നാണ് എൻ്റെ ഒരു വിചാരം. ഡ്രസ്സല്ലേ നമുക്ക് കാണിക്കേണ്ടത്, കാണിച്ചു തരാം. ഇറ്റ്സ് സംഭവം ഒരു സിമ്പിൾ ഡ്രസ്സ്. ആൻഡ് ഞാൻ ഓക്കെ മോനസ് ദിസ് ഡ്രസ് ഗൈസ്. ഇത് ഫ്രണ്ട് ഭാഗം, ഐ തിങ്ക് സോ, ഓർ ബാക്ക് ഭാഗം. ഇത് ഫ്രണ്ട്. ഇതാണ് ഡ്രസ്സ്. അതായത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് ഇങ്ങനെ. ഇത് ഇപ്പം ബർത്ത്ഡേ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ ആ ദിവസവും നിങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും. അവളെ കൊണ്ട് ഇടിയിപ്പിക്കാം. സൈസൊക്കെ കറക്റ്റായിരിക്കും ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഏകദേശം സെയിം സൈസാണ്. ഇവിടുത്തെ എക്സസ് ഒക്കെ മതി. അപ്പം ഇതാണ് ഡ്രസ്സ്. ഐ ഹോപ്പ് അവൾക്ക് ഇഷ്ടമാകും എന്ന്. എനിക്കിഷ്ടമായി. ഓക്കെ, നമുക്ക് പാക്ക് ചെയ്യാം. ഇത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഗിഫ്റ്റ് റാപ്പില്ലേ, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അതായത് ഈ പറയണ ഗിഫ്റ്റ് റാപ്പിലൊക്കെ പൊതിഞ്ഞിട്ട് എനിക്കൊന്നും അവൾക്ക് ഇപ്പം എങ്ങനെയായാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഞാനോർത്തു ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം. കാരണം എൻ്റെ കയ്യിലാണെങ്കിൽ ഞങ്ങളുടെ ഷൂളയിൽ ഇട്ടായിരുന്നു എന്ത്, വിക്സ്റ്റൽ എന്ന് പറയും ഇവിടെ, സീക്രട്ട് സാന്റ ക്രിസ്മസ് ഫ്രണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചായിരുന്നു. ഇത് അതിൻ്റെ ഒരു വൈബാണ്. ബട്ട് കുഴപ്പമില്ല, ഇത് ക്യൂട്ടാണ് അവൾക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ റാപ്പ് ചെയ്തിട്ട് അവൾക്ക് കൊടുക്കാം. ഇതൊക്കെ വെറുതെ ഒരു രസം. ഇങ്ങനെയൊക്കെയല്ലേ ലൈഫിൽ ഹാപ്പിനെസ് കിട്ടണത്. എന്നിട്ട് ഒരു കവറിലിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ എന്താണെന്ന് വെച്ചാലേ, ഇതിലിപ്പോൾ പൊതിഞ്ഞാലും ഞാൻ ഓർക്കണം, എന്നിട്ട് നമുക്ക് ആൾക്കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കാം എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലെന്ന്. പക്ഷേങ്കിൽ ഇതിപ്പോൾ തൊട്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇത് റസ്സാണ് എന്ന്. ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയൊന്നും ഇല്ല. വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ തിങ്സ് ഉണ്ടാകും. ഇവിടെ നമുക്ക് സൗകര്യം ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളയും, ഒഴിവാക്കാറില്ല. വെയിറ്റ് ഗൈസ്, കഴിഞ്ഞ ദിവസം സലാൻഡോന്ന് ഞങ്ങൾ സാധനം ഓർഡർ ചെയ്തായിരുന്നു. ഈ അതിൻ്റെ ഒരു കാർഡ്ബോർഡ് പെട്ടിയുണ്ട്. ഇത് കളഞ്ഞില്ല, പക്ഷെ ഇത് ഭയങ്കര ബിഗാണ്. ഞാൻ നോക്കട്ടെ, ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ചുമ്മാ മേളിൽ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിലും ഗസ് ചെയ്യുമ്പം ഇതിങ്ങനെ ടച്ച് ചെയ്യുമ്പം അവർക്ക് മനസ്സിലാവില്ലല്ലോ അതാണ് എന്ന്. ഇതൊക്കെ എന്തെന്ന് നാട്ടിലാണെങ്കിൽ മീൻ മുറിക്കാൻ യൂസ് ചെയ്യണ കത്രികയാണ്. ഇവിടെ പിന്നെ അങ്ങനത്തെ മീനൊന്നും ഇല്ലാത്തതുകൊണ്ടും കുഴപ്പമില്ല. സോ നമുക്കിത് കട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെയാണ് എൻ്റെ ഐഡിയ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട്, അതായത് ഈ പറയണ പോലെ അവൾക്ക് വേണ്ട കുറച്ച്, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം അടിച്ചിട്ട് അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതായത് ജസ്റ്റ് ഗേൾസ് തിങ്സ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ആക്സസറീസ് ഒക്കെ അവളുടെ കയ്യിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുറത്തോട്ട് മര്യാദക്കൊന്നും പോവുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാറുണ്ട്. പക്ഷെങ്കിൽ എവിടെയും പോയുമില്ല. ഇങ്ങനെയാണ് ഞാൻ കുടിക്കാൻ പോണത്. അപ്പോൾ കൊടുത്ത് മനസ്സിലാവില്ല. അതൊന്നും ഞാൻ ചെയ്തേ കിട്ടിയാവോ ആർക്കറിയാം. നിങ്ങൾക്ക് വേണോ ഗിഫ്റ്റ്? സത്യം പറഞ്ഞെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അവർക്ക് വേണ്ട എന്താണ് കൊടുക്കുമ്പോഴാണ് കുറച്ച് ഹാപ്പി ആവുന്നത്. പക്ഷെ ഇവക്കാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല അവർക്ക് എന്താ, അവർക്ക് അറിയില്ല അവർക്ക് എന്താ വേണ്ടത്. പിന്നെ അവർക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ കോൺസേർട്ട്സ് ഒക്കെ ഇഷ്ടമാണ്. മ്യൂസിക് കോൺസേർട്ട്, അതും ഇവിടുത്തെ അല്ല, നല്ല തമിഴ്. അവളുടെ ഫേവറേറ്റ് ആരായിരുന്നു? അവളുടെ ഫേവറേറ്റ് ആരായിരുന്നു?
ആളുടെ കോൺസേർട്ട് ആണെങ്കിൽ പൊളിച്ചാണ്. പക്ഷെങ്കിൽ ക്യൂട്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ ഇല്ല. നമുക്ക് ചങ്ങായിൻ്റെ കോൺസെർട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇതില് വേറെ എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ പൊളിച്ചാണ്. കാരണം നമുക്ക് എന്തായത് രീതിയിലാണ് ചിന്തിക്കും. ഞാൻ ഓർക്കുന്നത് ഇങ്ങനെ കുറച്ച് പൊട്ടിച്ചേക്കാണ്. കാര്യം എന്താ പറയുമോ, എല്ലാം വേണ്ടല്ലേ, ചിലപ്പോൾ കുളയിപ്പോൾ അങ്ങനെ പൊട്ടിക്കാന്ന് വെച്ചാൽ കുളയിപ്പോൾ. നമ്മൾ ഏത് പോയിന്റിലാണോ നന്നായിട്ടുള്ളത് ആ പോയിന്റ് നമ്മൾ നിർത്താം. കുളയിപ്പോൾ നമുക്ക് ഓക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ പിന്നെയും കയറി അതിനെ മോഡിഫൈ ചെയ്യാമെന്നാൽ ചിലപ്പോൾ അത് നന്നാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഏതൊരു കാര്യവും ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയാൽ നമ്മൾ അവിടെ നിർത്താം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ ലൈഫ് ലെസൺ. ഓ മൈ ഗോഡ്, നല്ലൊരു സിറ്റുവേഷൻ പറയാൻ പറ്റിയ. സോ നമ്മുടെ സാധനം റെഡിയായി. നമുക്കിത് സേഫായിട്ട് എവിടെയും കീപ്പ് ചെയ്യാം. ഓ, ഒരു നല്ല ക്രിസ്മസ് ഗിഫ്റ്റ് അല്ലേ? ദിസ് ഇസ് നോട്ട് സ്റ്റിക്കി നോട്ട്. സ്റ്റിക്കി നോട്ട് അല്ല, ഇത് കട്ടായി കാട്ടയാണ്. കട്ടായി കാട്ടയെന്നാണ് ഇവിടെ പറയണത്. നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും എക്സാമിൻ്റെ ഒക്കെ ടൈം ആണെങ്കിൽ ഇതിലിങ്ങനെ പോയിൻറ്റ്സ് എഴുതി, ലൈക്ക് ഇവിടുത്തെ ലേണിംഗ് മെത്തേഡ് ആ ഒരു രീതിയിലാണ്. നമ്മുടെ ഒന്നും നാട്ടിൽ ഞാൻ സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ ഇതുപോലെ പോയിന്റ് ഇങ്ങനെ എഴുതി പഠിച്ച് അങ്ങനെയൊന്നും ഞാൻ നാട്ടിൽ നിന്ന് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഇപ്പം യൂസ് ചെയ്യാറുണ്ട് കട്ടായി കാട്ടെ. സോ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാം അല്ലേ? With love. So this is the thing. Okay. ഇതിൻ്റെ കണ്ടിന്യൂസ് പാർട്ട് എപ്പോഴും അവളുടെ ബർത്ത്ഡേ December 15th. ഓക്കെ, അന്ന് ഇതിൻ്റെ കണ്ടിന്യൂസ് അന്ന് എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്നൊക്കെ വലിയ പരിപാടി ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ ചെറുതായിട്ട് ആഘോഷിക്കാറുള്ളൂ. അപ്പം യെസ്, അങ്ങനെ. അപ്പം അത് നമുക്ക് ബാക്കി കാണാം. നമുക്കിനി December 15th കാണാം ഗൈസ്. ബൈ. ഹായ് ഗായ്സ്, അപ്പം ക്രിസ്റ്റീനയുടെ ബർത്ത്ഡേ പറഞ്ഞ പോലെ അവളുടെ ബർത്ത്ഡേ ആണ്. എപ്പോൾ ഇന്ന് 12 മണിയായി അവളുടെ ബർത്ത്ഡേ ആയി. അപ്പോൾ അവളിപ്പോൾ കുളിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് നേരത്തെ കയറി കുളിച്ചു. അതാകുമ്പോൾ അവൾ കറക്റ്റ് ഇറങ്ങി വരുമ്പോഴത്തേനും കേക്കൊക്കെ സെറ്റ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ 12 മണി, ലൈക്ക് നാട്ടിലത്തെ 12 മണിക്ക് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇവിടെ 5:30, നാട്ടിൽ 12 മണി ആണെങ്കിൽ 7:30 ആവണം ഇവിടെ. ഇപ്പം 4:30 മണിക്കൂർ വ്യത്യാസമായതുകൊണ്ട് 7:30 ആയാൽ നാട്ടിൽ 12 മണിയാകും. പക്ഷേ ഇപ്പം 5:30 ആയതേ ഉള്ളൂ. അവളിപ്പോൾ തന്നെ കുളിച്ചിറങ്ങുമായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഇച്ചിരി സമയം കൂടെ കഴിഞ്ഞ് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഐശ്വര്യയുടെ റൂമിലാണ് ഞാൻ കേക്കൊക്കെ വെച്ചേക്കുന്നത്. കാരണം ഞങ്ങളുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ ലൈക്ക് എന്തായാലും മറയാം കേക്കൊക്കെ മുറിക്കുന്നത്. പക്ഷെ എന്നാലും ഒരിത് അങ്ങനെ. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഐശ്വര്യയുടെ റൂമിലോട്ട് പോവാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ കേക്ക് ഉണ്ട്. ആ മുകളിൽ കാണുന്നത് അസിക്ക് എനിക്ക് പാരീസിൽ പോയപ്പം കൊണ്ടുവന്നതാണ്. അതും ഐശ്വര്യയുടെ റൂമിലായിരുന്നു, അവൾ കൊടുത്ത് വെച്ചേക്കണതാണ്. സോ കേക്ക് റെഡി. ഇനി നമുക്ക് താഴെ പോവാം. It's like a brownie something. Happy birthday. Thank you. ആദ്യത്തെ ഗിഫ്റ്റ് ആണെന്ന്.
അപ്പൊ ഈ വർഷം കൊളായാൽ അത് അശ്വതി ചേച്ചിയുടെ. അതെ അതിലെന്തുവാ ഇതിന്റെ ഒരു കളക്ഷൻ ഇതെന്താ? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ എന്താ ഒരു റെഡ് കളറായിരുന്നു, ഇത്തവണ വെള്ള കളർ. കാണിച്ച് ഇതിന്റെ ഉള്ളില് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇതിന്റെ വേറൊരു സാധനം ഇതാ ഇവിടെ, മറ്റേ ഇത് അതേപോലത്തെ ഇതാണ് അശ്വതി ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിലുള്ളത്. എന്ത് ചെയ്യണം, ഞാനൊരു മാലാകക്കുട്ടിയായി പോയി. ഡിസംബറിൽ ജനിച്ചാൽ എങ്ങനെ കിട്ടും? ചെലപ്പോ അതുകൊണ്ടായിരിക്കും, നീ ഡിസംബറിൽ ജനിച്ചോണ്ടായിരിക്കും ഇത് ബർത്ത്ഡേക്ക് അല്ലായിരുന്നാലും ഇത് എപ്പായിരുന്നു? അത് ഈസ്റ്ററിനല്ല നീ മേടിച്ച. ഇത് ഈസ്റ്ററിന് ഞാൻ അവക്ക് വാങ്ങിച്ച ഈ സാധനം, ഈ കുഞ്ഞി മാലാകക്കുട്ടി. എന്തുവാ സ്പ്രേ അല്ലേ? എനിക്കിഷ്ടമുള്ള ഇതാ. ഹായ് എടി ഇത് കൊള്ളാം, നൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല. മേ യുവർ ഡിസംബർ ബർത്ത്ഡേ ഗ്ലോ ജസ്റ്റ് ലൈക്ക് യു. അനുര വരണെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുരനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങള്. ഞാൻ വെയിക്കട്ടെ. അതിന്റെ ബേക്കിൽ എഴുതിയിട്ടുണ്ട്. ഇൻവെന്റർന്നൊന്നും പറയില്ല, ഈ വർഷമെങ്കിലും നന്നായാൽ മതി. ഹാവ് എ വണ്ടർഫുൾ ഇയർ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇത് പൊട്ടിക്കട്ടെ. ഇത് പൊട്ടിക്കാനായിട്ട് എനിക്ക് വലിച്ചു കീറാനൊരു ഇത് ഓൾറെഡി വലിച്ചു കീറി. പൊട്ടിക്കാനായിട്ട് അറിയത്തില്ല. അല്ല സോറി, ഇതിന്റെ ഉള്ളിൽ എന്താന്ന് ഗസ്. ഇല്ല, ഞാൻ തൊട്ടു. എന്തോ ഡ്രസ് അല്ലെങ്കിൽ എന്തോ ഒരു മെറ്റീരിയൽ ഫീൽ ചെയ്തു. ഞാൻ അതുകൊണ്ടാണ് മനസ്സിലാവാതിരിക്കാൻ. ചോദിച്ചോടായിരുന്നു. അത് മറന്നുപോയി. ഞാൻ പാക്ക് ചെയ്ത് കുറച്ച് നാളായി. ഇതല്ല ആ കാർഡ്ബോർഡ് ബോക്സ് ഒരുമാതിരി കിടക്കണ ഡ്രസ് കിട്ടി. ഡ്രസ് ഇത് ദേവന്റെ. ഓ അടിപൊളി അച്ചടുപ്പ്. കൊള്ളാം. അവരോടൊക്കെ ചെറുതായിട്ട് താങ്ക് യു. കൊള്ളാം, ഇതെനിക്കിഷ്ടായി. അത് അടുത്തത് അനുരയുടെ. ആദർശുണ്ട്. പറ്റൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടു മൂന്ന് വട്ടായി ഇവരിപ്പൊ ഹായ് ദേവു ഹായ് ദേവു. അയ്യോ ഒരു സാധനം കൂടി ഉണ്ട്. പിന്നെ അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടായി. ഇതാണ് കണ്ണില് വെള്ളം ഞാനോ കണ്ണില് വെള്ളം തുടക്കം കിട്ട്. ഇവളുടെ വകയായിരുന്നു ഇന്നത്തെ ബിരിയാണി. ഞങ്ങളൊക്കെ ഇപ്പൊ ഒടുക്കത്തെ പാവപ്രാന്തിയാണ്. ഇവളുടെ എത്ര പിള്ളേരുണ്ടെന്നറിയോ? ഇപ്പൊ ഇത് പുതിയതായിട്ട് അടുത്ത പാവക്കുട്ടി ഇത് പുതിയതായിട്ട് വന്നതാണ്. ഇതാണ് ഏറ്റവും മൂത്തത്. ഇത് പിന്നെ ഒരു മാല മേടിച്ചു. മലൻകുട്ടി ഇത് ഇന്നുണ്ടായത്. ഇത് ഇന്ന് ഇതൊക്കെ ഓർത്താണ്. എത്ര പിള്ളേരടി ഞങ്ങൾക്ക് ഇപ്പം പാവക്കുട്ടികളോടാണ്
ഇഷ്ടം. എന്താണെന്നറിയില്ല, പണ്ടൊന്നും എനിക്ക് മറ്റേ കെട്ടിപ്പിടിച്ച് കിടക്കണ ശീലമൊന്നും ഉണ്ടാവില്ല. എനിക്കുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. എന്താ ഗൈസ്, ദിസ് ഈസ് മൈ പാവക്കുട്ടികൾ. നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായില്ല, ഇവർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. സോ ഇന്ന് നമ്മൾ കേക്ക് മുറിക്കൽ സെറമണിയാണ് ഇവിടെ.